ഹലോ ഗായ്സ്, അമ്മമാരുടെ എല്ലാവരുടെയും അവസ്ഥയായിരിക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന സമയത്തായിരിക്കും മക്കൾ എണീറ്റ് വരുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മളെ സമ്മതിക്കുകയില്ല. എണീറ്റ് വന്നുകൊണ്ട് തീരെ സമ്മതിക്കില്ല. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഞാൻ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ വീഡിയോ അവിടെ ഓണാക്കി വെച്ചിട്ട് പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. കരയാണ്ടിരിക്കാൻ രണ്ട് ചോക്ലേറ്റൊക്കെ കൈ കൊടുത്തിട്ടുണ്ട്. പൊട്ടിച്ചൊന്നും കൊടുത്തില്ല, വെറുതെ പറ്റിക്കലല്ലേ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. നമ്മളിതാ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ മാവൊക്കെ ഇട്ട് ഞാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവരുടെയും അവസ്ഥ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടായിരിക്കും മക്കളെ തന്നെ നോക്കുന്ന. വീട്ടിൽ ആരും ഇല്ലെങ്കിലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെ അടുക്കളയിൽ കൂടെ കൊണ്ടിരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുക, അല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. ഇതുണ്ടല്ലേ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിരിപ്പുണ്ട്. ചില സമയം ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഞാൻ ചെയ്യുന്ന പോലൊക്കെ നോക്കിയിട്ട് അതുപോലൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് കണ്ടോ, ഹായൊക്കെ തരുന്നുണ്ട്. ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഹായൊക്കെ തരുന്ന ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഉറക്കം എണീറ്റ് വന്നുകൊണ്ട് ഒരു മൂടൗട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന. നോക്കുന്ന വെള്ളമാണോ എന്തുവാന്നൊക്കെ എത്തി നോക്കുന്നൊക്കെ ഉണ്ട്. ചില സമയം ഇങ്ങനെ കരയുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നും. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഒരു പണി ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കൂടെ ഇരിക്കുമ്പം അവർക്ക് നമ്മളെ ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തോളയിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കും. അതിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സുമേ വന്ന് പിടിച്ചിങ്ങനെ തൂങ്ങിയിരിക്കുകയായിരിക്കും.